ഹലോ! എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഓട്സാണ്. ഓട്സിൽ ഒരുപാട് ഫൈബറുകൾ അടങ്ങിയ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഓട്സ് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്ത് ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ ഇറുത്ത് കളഞ്ഞ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഡേറ്റ്സ് ആണ്. നമ്മളിതൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയതുകൊണ്ട് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഡേറ്റ്സ് ഒരു നാച്ചുറൽ സ്വീറ്റ്നറാണ്. ഒരു അത്യാവശ്യം കലോറി തരുന്ന ഒന്നാണ്. ഞാൻ ഇതൊരു 3 ഡേറ്റ്സ് കുരു കളഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അല്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡേറ്റ്സ് കൂടുതൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡിന് പകരം ചിയ സീഡ്സ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഈ ഫ്ലാക്സ് സീഡും ചിയ സീഡ്സും ഒക്കെ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന കടകളിലും വാങ്ങാൻ കിട്ടും. ഫ്ലാക്സ് സീഡിൽ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാൻ ഉപകാരപ്പെടുന്ന ഒരു പ്രധാന ഘടകം ഈ ഫ്ലാക്സ് സീഡിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഞാൻ ഈ ഫ്ലാക്സ് സീഡ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഒരു 10 മിനിറ്റ് മുമ്പേ വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബദാമാണ്. ഈ ബദാം വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു നട്ടാണ്. ഇതിൽ നമുക്ക് വിറ്റാമിൻ ഇ ഒരുപാട് അടങ്ങിയ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് തന്നെയാണ് ബദാം എന്ന് പറയുന്നത്. അപ്പം ഈ ബദാമിൽ നല്ല ഗുഡ് കൊളസ്ട്രോൾ ഒരുപാടുള്ളതാണ്. ഇത് ഞാനൊരു 4 ബദാം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫിഗ്ഗാണ്. ഫിഗ് എന്ന് പറയുന്ന അത്തിപ്പഴമാണ്. ഇതൊരു ഡ്രൈ ഫ്രൂട്ടാണ്. ഇത് വളരെ ഗുണങ്ങളുള്ള ഒരു പഴമാണ്. ഇതും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടും, ഡ്രൈ ഫ്രൂട്ട് കടകളിലും കിട്ടും. ഇത് നമ്മുടെ ബോൺ ഹെൽത്തിനും നമ്മുടെ വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ഫിഗ്. അതും ഞാനൊരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത് ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സീസണൽ ഫ്രൂട്ടാണ്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. റോബസ്റ്റ പഴമോ പപ്പായയോ സ്ട്രോബെറിയോ ഡ്രാഗൺ ഫ്രൂട്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനൊരു ആപ്പിളാണ് കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഓരോ ദിവസം നിങ്ങൾ മാറ്റി മാറ്റി ഓരോ ഫ്രൂട്ട് ഉപയോഗിക്കുമ്പോൾ ബോറടിക്കാതെ ആ സ്മൂത്തി ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമുക്ക് എന്നും ഓരോരോ രുചികളിൽ നമുക്ക് സ്മൂത്തി ആസ്വദിക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു 1/2 കപ്പ് തൈരാണ്. ഈ തൈരിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും പാട മാറ്റിയ പാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്, ഒരു ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ സോയാ മിൽക്കോ കോക്കനട്ട് മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു വേറെ മിൽക്കുകളും ആവാം. ഇത് ഞാനൊരു 1/2 കപ്പ് തൈര് എടുക്കുന്നുണ്ടിപ്പോൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സിന്നമൺ സ്റ്റിക്കാണ്. ഇത് കറുവാപ്പട്ട. ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഒരു ആൻറ്റി ഡയബറ്റിക് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണ് കറുവാപ്പട്ട. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് ഏലക്ക വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഒരു മിക്സിയുടെ ഒരു ബ്ലെൻഡറിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം ഞാനിതെല്ലാം കൂടെ അരച്ചെടുത്ത് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരാൾക്ക് വേണ്ട സ്മൂത്തിയുടെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അളവിൽ മാറ്റം വരുത്തിയാൽ മതി. ഇത് ഞാൻ പൈനാപ്പിളും ചെറിയ ചെറിയ പീസസായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തും റേസിൻസും ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 1 ടൈം മീൽ മാത്രമല്ല, നിങ്ങളിത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ കട്ട് ചെയ്തിട്ട് ഈ ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആവും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. ബൈ.